നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമുക്ക് അർഹതയുള്ളത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാണുന്ന എല്ലാ നല്ല പുസ്തകങ്ങളും വാങ്ങി ഒരു വലിയ ലൈബ്രറി തന്നെ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നു. എന്നാൽ ഇതിൽ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ പകുതിയെങ്കിലും പുസ്തകങ്ങൾ വായിച്ചവർ വിരലിലെണ്ണാവുന്നത്ര പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വായിക്കാൻ നമുക്ക് അർഹതയുള്ള പുസ്തകങ്ങൾ മാത്രമേ നാം വായിക്കുകയുള്ളൂ. ഈ അർഹത നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്ക് എന്തിനെല്ലാം അർഹതയുണ്ടെന്നും എന്തെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നും തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. അതിനാൽ തന്നെ കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലെന്താണ് ഇത്ര പഠിക്കാൻ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള പലവിധ ശക്തികളെ ചിന്നിച്ചിതറി പല വഴിക്ക് പോവാതെ ഒരേ കാര്യത്തിലേക്ക് ഏകോപിപ്പിച്ച് സാമർത്ഥ്യത്തോടെ ചെയ്താൽ മാത്രമേ കർമ്മം ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിലെത്താം എന്ന രീതിയിൽ കർമ്മം ചെയ്തതുകൊണ്ട് കാര്യമില്ല. വ്യക്തമായി വഴി അറിഞ്ഞു വേണം ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശക്തികളെല്ലാം പല വഴിക്ക് ചിതറിപ്പോകും.